അമേരിക്കൻ ഗവൺമെന്റ് നാലാമത്തെ ബാച്ച് ഓഫ് UFO വീഡിയോസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി മലയാളികൾ ആരും സംസാരിക്കില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ എന്തായാലും സംസാരിക്കും. എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മിസ്റ്ററിയാണ് നമ്മുടെ കൺമുന്നിലൂടെ പറന്നു കളിക്കുന്നത്. പക്ഷെ നമ്മൾക്കാർക്കും അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ഇനിയിപ്പോ ഇത് കണ്ടിട്ട് കാണാത്തതുപോലെ അഭിനയിക്കുകയാണോ, അതോ ഇവരെല്ലാവരും പണ്ട് മുതലേ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാദത്തെ അതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം മിണ്ടാണ്ടിരിക്കുന്നതാണോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയായാലും ഒരുപാടധികം വീഡിയോസ് ആണ് ഈ പ്രാവശ്യം അമേരിക്കൻ ഗവൺമെന്റ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു നന്ദി പറയണമെന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ് ഞങ്ങൾ ഫുള്ളായിട്ട് തുടങ്ങിയിട്ടില്ല, എന്നിട്ട് പോലും ഒരുപാടധികം ഓർഡേഴ്സ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര അധികം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അപ്പോൾ സിൻസിയർ ആയിട്ട് എനിക്കൊരു താങ്ക് യു പറയാനുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു സമയത്തും നമുക്കിപ്പോൾ ഒരു പുതിയ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല. നിങ്ങൾക്കും ഇതേപോലെ വളരെയധികം പ്രീമിയം ആയിട്ടുള്ള വളരെയധികം ഹൈലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാർ മാപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. 2019 ജാനുവരി എടുത്ത ഒരു UFOയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞാൻ ഇത്ര നാളും ചെയ്ത വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെയധികം യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ വീഡിയോയുടെ ദൈർഘ്യം വെറും 8 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് മതി, കാരണം ഇതിന്റെ അകത്ത് ഒരുപാടധികം ഇൻഫോർമേഷൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ പല വീഡിയോസിനും വളരെയധികം ക്ലിയർ ആയിട്ട് പറയുന്ന ഒരേ ഒരു കാര്യമാണ് പറക്കുന്നിടയിൽ പുറപ്പെടുവിക്കുന്ന ടെമ്പറേച്ചർ. ആ ഒരു കാര്യം ഈ വീഡിയോ കണ്ടാൽ തന്നെ വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്രാറെഡ് ക്യാമറാസ് ഉപയോഗിച്ചിട്ടാണ്. അതായത് താപനില ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് ആണ് ഈ ക്യാമറ മെഷർ ചെയ്യുന്നത്. അങ്ങനെ ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഒബ്ജക്റ്റ് മിന്നി കളിക്കുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഗ്ലിച്ച് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടായതുകൊണ്ട് തന്നെ അവിടെ ഷട്ടർ സ്പീഡിന്റെ വേരിയേഷൻ വരുന്നത് കൊണ്ടായിരിക്കുമോ എന്ന് ചിലവർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം. പക്ഷേ അത് അങ്ങനെയല്ല. ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. ഈ വീഡിയോ ഞാനൊന്ന് സ്ലോ ചെയ്ത് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ വളരെയധികം അടുത്ത് നമുക്ക് കാണാൻ കഴിയും. ചില സമയത്ത് ഈ ഒരു ഒബ്ജക്റ്റ് പ്രത്യക്ഷമാവുന്നുണ്ട്, പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്, പെട്ടെന്ന് പ്രത്യക്ഷമാവുന്നുണ്ട്, അപ്രത്യക്ഷമാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തെ ഒരു നോർമൽ സ്പീഡിൽ കാണുമ്പോൾ അത് ഗ്ലിച്ച് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇതിന്റെ മിന്നി കളിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇൻഫ്രാറെഡ് ക്യാമറയിലൂടെ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ സറൗണ്ടിങ്ങിലെ, അതായത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നത് കടലാണ്. അപ്പോ ഈ കടലിന്റെ ടെമ്പറേച്ചറും ഈ പറക്കുന്തളിയുടെ ടെമ്പറേച്ചറും ഒരേ ലെവലിലാവുമ്പോൾ ഈ പറക്കുന്തളിയ ആ വിഷനിൽ നിന്ന് മാഞ്ഞു പോകുന്നു. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആയിട്ട് പോകുന്നു. പിന്നീട് ഈ പറക്കുന്തളിയുടെ ടെമ്പറേച്ചർ മാറുമ്പോൾ അത് കറുപ്പ് നിറമായിട്ട് മാറുന്നു. അതായത് എക്സ്ട്രീംലി ഒരു തണുത്ത ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഇത് മാറുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പറക്കുന്തളിയ ഈ ക്യാമറയുടെ മുന്നിൽ കൂടെ ഇങ്ങനെ ഗ്ലിച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോ ഇതാണ് ഈ ഒരു സംഭവത്തിന്റെ ഒബ്സർവേഷൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. 1996 ജാനുവരിയിൽ വെച്ചെടുത്ത ഒരു വീഡിയോ ആണ് അടുത്തത്. ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ വെച്ച് വളരെയധികം യുണീക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈറ്റർ ജെറ്റിന്റെ കോക്പിറ്റ് വ്യൂ ആണ്. ടോപ്പ് ഗൺ മാവറിക് എന്ന് പറയുന്ന സിനിമകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഗെയിംസിലൊക്കെ കാണുന്ന അതേ വ്യൂ തന്നെയാണ് ശരിക്കും ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. അപ്പോ ഈ വീഡിയോ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ആദ്യം ഈ ഫൈറ്റർ ജെറ്റ് നേരെ പോകുന്നതായിട്ടായിരിക്കും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയുക. അതിനുശേഷം കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ഫൈറ്റർ ജെറ്റ് പയ്യെ സൈഡിലേക്ക് പാൻ ചെയ്യുന്നുണ്ട്, അതായത് ഇങ്ങനെ ടിൽറ്റ് ചെയ്യുന്നുണ്ട്. അതേ സമയം തന്നെ രണ്ട് പറക്കുന്തളികൾ ഈ സംഭവത്തിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്തും പോകുന്നുണ്ട്. ഈ വീഡിയോ നോർമൽ സ്പീഡിൽ കാണുമ്പോൾ നമുക്ക് അതൊരൊറ്റ പറക്കുന്തളിയെ മാത്രമായിട്ടായിരിക്കും തോന്നുക. പക്ഷേ ഈ ഒരു വീഡിയോ സ്ലോ ചെയ്ത് നോക്കുമ്പോഴാണ് അവിടെ ഒരൊറ്റ ഒന്നല്ല രണ്ട് പറക്കുന്തളികൾ ഇങ്ങനെ ഫോർമേഷനിൽ പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതും ഈ പറക്കുന്തളികൾ അത്യാവശ്യത്തിൽ കൂടുതൽ വേഗതയിലൂടെയാണ് ഈ ഫൈറ്റർ ജെറ്റിന്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ വേറൊരു ചോദ്യം കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറക്കുന്തളികൾ ഇത്ര അധികം വേഗത്തിൽ യാത്ര ചെയ്യുന്നത്? അതിന് പോസിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോ ഈ പറക്കുന്തളികളെല്ലാം ഒരു നോർമൽ സ്പീഡിലൂടെ ആയിരിക്കാം യാത്ര ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തെ ഒരു ഫാസ്റ്റ് മൂവിങ് ക്യാമറയിലൂടെ ക്യാപ്ചർ ചെയ്യുമ്പോൾ പാരലാക്സ് എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ വർക്ക് ചെയ്യും. അതായത് വളരെയധികം ഹൈ സ്പീഡിൽ യാത്ര ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റിന്റെ മുന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാമറ ഇത്തരത്തിലുള്ള ഒരു പറക്കുന്നിളിയെ മുന്നിൽ കാണുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇത് മിലിറ്ററി ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ.
അപ്പോൾ ഈ ഒരു സംഭവത്തെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ഒബ്ജക്റ്റിനെ ക്യാമറ വിഷ്വൽസിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെയധികം വേഗത്തിൽ യാത്ര ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നിക്കാം. ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ പാരലാക്സ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഈ ഒരു വിഷ്വലിലൂടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു പ്രക്രിയ സംഭവിക്കാൻ കാരണം ഈ പറക്കുന്ന കളികൾ ഒരു സ്ലോ മൂവിങ് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ചിലപ്പോൾ ഒരു ബലൂൺ ആയിരിക്കാം, അതായത് ഇപ്പോൾ ഒരു വെതർ ബലൂൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കിളി ആയിരിക്കാം, അപ്പോൾ എന്ത് വേണമെങ്കിലും ആയിരിക്കാം. പക്ഷേ ഈ വിഷ്വൽസിലൂടെ ഇവർ എന്തിനെയാണോ കാണുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതിനെ UFO ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്ത് സംഭവത്തെ കണ്ടാലും അത് പറക്കും തെളിയാണെന്ന് ഞാൻ പറയുന്ന രീതിയിലാണ് മറ്റുള്ള ചാനലിൽ നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത്. പക്ഷെ അത് അങ്ങനെയൊന്നല്ല. നമ്മൾ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു സംഭവത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ പറയുന്നത്. എന്ത് തന്നെയാലും ഈ ഒരു വീഡിയോ റിലീസ് ചെയ്തിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷൻ ആണ്. അപ്പോ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. 2023 ജാനുവരി എടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എന്തോ ഒരു ഒബ്ജക്റ്റ് വളരെയധികം സ്റ്റഡി ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു ഒറ്റ ഒബ്ജക്റ്റ് ആണോ അതോ ഇത് രണ്ട് ഒബ്ജക്റ്റ് ആണോ എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാലും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ക്ലീഷേ വീഡിയോ പോലെയാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. കാരണം ഈ ഒരു വീഡിയോ സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു 6 മാസം മുന്നെയാണ് അമേരിക്കൻ ഗവൺമെന്റ് പുറത്തേക്ക് ഇങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വളരെയധികം സെൻസേഷണൽ ആയിട്ട് പോയെന്നെ. പക്ഷേ ഇതുപോലെ തന്നെ ഒരുപാടധികം വീഡിയോസ് നമുക്ക് ഇപ്പോൾ കണ്ട് സുപരിചിതമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാൻ കഴിയാത്തത്. ഇത്ര നാൾ കണ്ടുവന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു ഡാർക്കിഷ് കളറായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ ഹീറ്റ് സിഗ്നേച്ചർ പുറത്തേക്ക് വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ഒരു ഡ്രോൺ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ റിലീസ് ചെയ്തിരിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, അമേരിക്കൻ ഗവൺമെന്റ് ആണ്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഭവം ആയതുകൊണ്ടാണ് അവർ ഈ ഒരു സംഭവത്തെ UFO എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ കടലിന്റെ നടുക്കൂടെ ആരാണ് ഡ്രോൺ പറത്തുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. അതായത് ഈ ഡ്രോൺ പറക്കുന്നത് കടലിന്റെ സർഫസിന്റെ ഏകദേശം അടുത്തുകൂടിയാണ്. അതായത് അധികം ഓൾട്ടിറ്റ്യൂഡിലൊന്നല്ല ഇത് പറക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കാറ്റിന്റെ ഡിസ്റ്റർബൻസ് എന്തായാലും കാണും. ഇപ്പൊ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും അവിടെ നിന്ന് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യണം, അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആടി കളിക്കണം. പക്ഷേ ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ ഇത് വളരെയധികം സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാടധികം ഒബ്സർവേഷൻസ് എനിക്ക് ഇവിടെ കാണാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡ്രോൺ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡൗട്ട് ഉണ്ട്. എന്ത് തന്നെയാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മാക്സിമം ഒന്ന് കമന്റ് ചെയ്യുക. 2020 വെച്ചെടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഈ വീഡിയോയ്ക്ക് ഏകദേശം 22 സെക്കൻഡോളമാണ് ദൈർഘ്യമുള്ളത്. സംഗതി വേറൊന്നല്ല, ഒരു US മിലിറ്ററി ഇൻസ്റ്റലേഷൻ ഒരു പറക്കുന്ന കളിയെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു സംഭവത്തെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അവസാനം ഈ ക്യാമറയ്ക്ക് ആ ഒരു സംഭവത്തെ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നു. പിന്നീട് ആ ഒരു സംഭവത്തെ അതിങ്ങനെ സൂം ചെയ്ത് നോക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ വീഡിയോ ഏകദേശം ഒരു 20 സെക്കൻഡോളം എത്തിയിട്ടുണ്ടാവും. അതിനുശേഷം ഈ ഒരു സംഭവം എങ്ങോട്ടോ പോയി മറിയുന്നു. ഇത്തവണ റിലീസ് ചെയ്തതിൽ വെച്ച് ഞങ്ങളെ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ച ഒരു വീഡിയോ കൂടിയാണ് ഇത്. കാരണം ഈ സംഭവത്തെ സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സംഭവത്തിന്റെ ഷേപ്പ് ഏകദേശം വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് ഇവിടെ കാണാനും കഴിയും. അതിന്റെ അറ്റത്ത് എന്തോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഷേപ്പ് നമുക്ക് ഇതിന്റെ അറ്റത്ത് കാണാൻ കഴിയും. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഇത് ചിലപ്പോ ഒരു ബലൂൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ബലൂൺ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ ഒരു ബലൂൺ പൊട്ടിയിട്ടില്ല, രണ്ടാമത്തെ മറ്റുള്ള ബലൂൺസ് ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടിപ്പോയ ബലൂൺ ആയിരിക്കാം ഈ പറയുന്ന ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ കിടക്കുന്നത്. ആ പൊട്ടാത്ത ബലൂൺ ആയിരിക്കാം ഈ ഉണ്ട പോലെ ഇരിക്കുന്നത് എന്നാണ് ശരിക്കും ഞങ്ങൾക്ക് ഇത് ആദ്യം കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ ഇത് ഒരു അമേരിക്കൻ ഗവൺമെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു മിലിറ്ററി പുറത്തേക്ക് വിടണമെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. ഞങ്ങളൊരു പൊട്ടബോധിയിൽ തോന്നിയ ഒരു കാര്യം മാത്രമായിരിക്കില്ലല്ലോ ഉള്ളത്. എന്നാൽ ഈ ഒരു വീഡിയോ പോലെ തന്നെ തോന്നിക്കുന്ന വേറൊരു വീഡിയോ കൂടി ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതേ വർഷം തന്നെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം ആകാശത്ത് ഇങ്ങനെ പറന്നു നിൽക്കുന്നു. അതിനെ ക്യാമറ മാക്സിമം സൂം ചെയ്യാൻ നോക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു സംഭവത്തെ സൂം ചെയ്ത് ആ ഫോക്കസിൽ പിടിച്ചു നിർത്താനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വിഷ്വല്. ഇനി നിങ്ങൾ ഈ ഒരു വിഷ്വല് ശ്രദ്ധിച്ചു നോക്കുക.
ഈ വിഷ്വലിനകത്ത് ഒരുപാടധികം വെള്ള കളർ കുത്തുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതും ഈ വെള്ള കളർ കുത്തുകൾ കാണാൻ കഴിയുന്നത് ഒരൊറ്റ സൈഡിൽ മാത്രമാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതല്ല എന്നുള്ളൊരു കാര്യം വളരെയധികം വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒരു ഐഡിയ ഞങ്ങൾ പറഞ്ഞുതരാം. ഇത് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ബലൂൺസ് ആയിരിക്കാം. അതായത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഒരു വലിയൊരു ഗ്രൂപ്പ് ബലൂൺ ആയിരിക്കാം. അപ്പോൾ ഈ ബലൂൺ എല്ലാം ഇങ്ങനെ വിട്ട് പറന്നു പോയതായിരിക്കാം. ആ ഒരു സംഭവത്തെ ആയിരിക്കും ഇവർ കണ്ടിരിക്കുന്നത്. കാരണം ആ ബലൂണിന്റെ ആ ഒരു ഫേസിൽ ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്യുന്ന ആ ഒരു സംഭവമില്ലേ, ആ ഒരു ടെമ്പറേച്ചറിലെ അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഹീറ്റ് സിഗ്നേച്ചർ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാടധികം വെള്ള കുത്തുകൾ പോലെ നമുക്ക് ഒരു സൈഡിൽ കാണാൻ കഴിയും. എന്നാൽ മറുഭാഗത്ത് നമുക്ക് അങ്ങനത്തെ യാതൊരു സംഭവത്തെയും കാണാൻ കഴിയുന്നില്ല. അതും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് ഈ ഒരു സംഭവത്തിന് 15 അടിയോളം പൊക്കം ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അഥവാ ഇത് എവിടെന്നോ വള്ളി കൂട്ടിച്ച് പോയ ഒരുപാടധികം ബലൂണിന്റെ ഒരു കൂട്ടമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അമേരിക്കൻ ഗവൺമെന്റ് ഈ ഒരു വെബ്സൈറ്റിൽ കൊണ്ടിട്ടിരിക്കുന്നത്? മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. 2019 വെച്ചെടുത്ത ഒരു പറക്കുംതളിയുടെ വീഡിയോ നിങ്ങളിപ്പോ കാണുന്നത്. ഈ ഒരു സംഭവത്തെ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഇത് 100% ഒരു UFO തന്നെയാണ്. ഏകദേശം 20ഓളം സെക്കൻഡ്സ് ആണ് ഈ ഒരു വീഡിയോയുടെ ദൈർഘ്യം. പക്ഷെ അത് മതി, അത്യാവശ്യത്തിലധികം ക്ലാരിറ്റി ഉള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കാണുന്നത്. ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് ഈ ഒരു സംഭവത്തിന്റെ വേഗത നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾക്കറിയാവുന്ന ശാസ്ത്രത്തിനും ഫിസിക്സിനും ഇത്ര അധികം വേഗത്തിലൂടെ ഇത്തരം ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റിന് യാത്ര ചെയ്യിക്കാൻ കഴിയില്ല, അതും ഇത്ര അധികം സ്റ്റഡി ആയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോ എന്റെ കയ്യിൽ ഈ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവത്തെ എനിക്ക് പറപ്പിക്കണം അല്ലെങ്കിൽ ഇതിനെ ലെവിറ്റേറ്റ് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യിപ്പിക്കുന്നത്? എന്ത് സംഭവം ഉപയോഗിച്ചിട്ടായിരിക്കും എനിക്ക് ഒരു സംഭവത്തെ ഇങ്ങനെ പറത്തി ഇങ്ങനെ നിർത്താൻ കഴിയുന്നത്? അതും ഈ ഒരു സംഭവം വളരെയധികം ഹൈ സ്പീഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടി ഇങ്ങനെ ആലോചിച്ച് നോക്കാം. അവിടെ വിൻഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ വളരെയധികം കൂളായിട്ട് നമ്മുടെ ശാസ്ത്രത്തെ ഒരുപാടധികം നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് വളരെയധികം എഫേർട്ട്ലെസ്ലി ഇങ്ങനെ പറന്നു പോവുക എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ ഒരു സംഭവത്തെ ഇതേപോലുള്ള US മിലിറ്ററി ഇൻസ്റ്റലേഷനൊക്കെ ഇങ്ങനെ ക്യാമറ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ പോലെ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിപ്പോ ഞാനൊരു ഉദാഹരണം പോലെ പറഞ്ഞതാണ്, പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റിന് അത്യാവശ്യം വലിപ്പമുണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു സംഭവം കണ്ടിട്ട് തോന്നുന്നത്. എന്നാൽ ഇത്രയും വീഡിയോസ് മാത്രമല്ല, ഒരുപാടധികം വീഡിയോസ് ആണ് അമേരിക്കൻ ഗവൺമെന്റ് ഇത്തവണ 4ാമത്തെ തവണ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്ന കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിനപ്പുറം ഒരുപാടധികം വീഡിയോസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ശരിക്കും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. മലയാളികൾ ആരും തന്നെ ഈ ഒരു സംഭവത്തെ പറ്റി കമ എന്നുള്ളൊരു അക്ഷരം സംസാരിക്കുന്നില്ല, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇവിടെ നടന്നിട്ട് പോലും ഒന്നും നടക്കാത്ത പോലെ നടിക്കുന്ന ഒരുപാടധികം ആൾക്കാരാണ് ഞാനിപ്പോൾ എന്റെ ചുറ്റിനും കാണുന്നത്. ഒരുപാട് നാളുകൾക്ക് മുന്നേ ഈ ചാനലിലൂടെ നമ്മൾ UFOനെ പറ്റിയിട്ടുള്ള ഒരുപാടധികം കഥകളും ഒരുപാടധികം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തെല്ലാം ഇത് വെറും ഹോക്സ് ആണ് അല്ലെങ്കിൽ ഞാൻ വ്യൂസിന് വേണ്ടി ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. പല ചാനൽസിലൂടെ ഒരുപാട് ആൾക്കാർ നമ്മളെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ ഇവരെല്ലാവരും എവിടെ പോയി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ, നമ്മൾക്ക് പറയാനുള്ളത് നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഏകദേശം ശരിയായിട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാർ മാപ്പ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.